റൂമിലെ അവസാനത്തെ റഷ്. അത് ഏട്ടനൊന്ന് കാണായിരുന്നു. എന്താ കൺഗ്രാചുലേറ്റ് ചെയ്യാൻ വരണവരുടെ തിരക്ക്. ആ പോപ്പ ഫാൻസ് ഒന്നുമല്ല. ആദ്യം വന്നത് കലാമണ്ഡലം പാർവതി ടീച്ചർ. ടീച്ചറുടെ ദുർമുഖത്ത് നിന്ന് ഒരു അപ്രിസിയേഷൻ കേൾക്കാന്ന് വെച്ചാ കെട്ടിപ്പിടിച്ചാ പറഞ്ഞത് ഗംഭീരായ മോളെന്ന്. പിന്നെ നട്ടുവം ശേഷാറാവു സാർ, ഗോദവർമ്മ രാജ, രേവതി ഉണിത്തിരി, താര ആർട്ട് സെന്ററിലെ രാമമൂർത്തി കണ്ണു വീഴ്ചതാ ഇങ്ങനെ. ഒരു 2 സ്പൂൺ മുളക് പൊടി വാരിയിടണം. ആ രാമമൂർത്തിയുടെ കണ്ണിലോ? ദേവകി അമ്മയോട് പറഞ്ഞ രസത്തിന് എരിവ് പോരാ. എന്നിട്ട് കേക്കട്ടെ. ഏട്ടനൊന്നും ശ്രദ്ധിക്കുന്നില്ല. മതി, ബാക്കി ദേവകി അമ്മ ചെയ്തോളൂ. എത്രയായി രണ്ടുപേരോടും പറയുന്നു ഡൈനിങ് ടേബിളിൽ പോയിരിക്കാൻ. ഏട്ടന്റെ പപ്പക്കുട്ടി ഇന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കല്ലേ. അപ്പൊ ഏട്ടന്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട തക്കാളി രസം, മെഴുക്ക് പുരട്ടി, ചുട്ടരച്ച ചമ്മന്തി, പിന്നെന്താ ദേവിയമ്മേ? പാവയ്ക്ക സാമ്പാർ. പാവയ്ക്ക സാമ്പാർ, അത് മറന്നു. പിന്നെ കിണ്ണം കാച്ചിയ ഒരു മോർക്കാളനും. ഏട്ടന്റെ കൈ തൊട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. നീ പോയി കൈ കഴുകിയിട്ടിരിക്കെ. നമുക്ക് ഊണ് കഴിച്ചിട്ടും കഴിക്കുമ്പോഴൊക്കെ സംസാരിക്കാം. കാലിന് എന്താ വേദന എന്നറിയോ? എല്ലെല്ലാം നുറുങ്ങിപ്പോയ പോലെ. ഊണ് കഴിഞ്ഞിട്ട് ദേവയമ്മ ഏട്ടൻ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന കർപ്പൂരായ തൈലോട്ട് ഒഴിഞ്ഞു തരും. എന്നിട്ട് ചൂടുവെള്ളത്തിൽ മേൽ കൈയിട്ട് സുഖമായിട്ട് കിടക്കണം. ആദ്യം ഡിന്നർ, അത് കഴിഞ്ഞിട്ട് എന്തുള്ളൂ.